ഓഹ് സൂപ്പറാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ പരിശീലിച്ച് നോക്കുക. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഐസോമെട്രിക് എക്സസൈസുകളാണ്. ഓക്കെ, ഐസോമെട്രിക് എക്സസൈസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബോഡി മൂവ്മെന്റ്സുകൾ ചെയ്യാതെ ഒരു പൊസിഷനിൽ തന്നെ ഒരു നിശ്ചിത രീതിയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ ഐസോമെട്രിക് വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു 4 ഐസോമെട്രിക് എക്സസൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റയർ ബോഡി, നിങ്ങളുടെ ഫുൾ ബോഡിയെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ദിവസേന വെറും ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ദിവസേനയുള്ള പ്രാക്ടീസ് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സമയദൈർഘ്യമൊക്കെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ഫുൾ ബോഡിയുടെ കപ്പാസിറ്റി, സ്റ്റാമിന, അങ്ങനെ തന്നെ എൻഡുറൻസ്, നമ്മുടെ ഫുൾ ബോഡി സ്ട്രെങ്ത് എല്ലാം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മൂവ്മെൻറ്റ്സുകളാണ്. അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് പുഷപ്സ് ഹോൾഡ് ആണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ പുഷപ്സിന്റെ ഒരു പൊസിഷനിലോട്ട് വരുമോ, ഈ ഒരു പൊസിഷനിൽ വരുമോ. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് വരാം. അതിനുശേഷം നിങ്ങൾ പതുക്കെ ഒന്ന് ഇതേ കണക്കൊന്ന് താരുക. ഓക്കെ, ഇത്ര മാത്രം. ഇതേ കണക്ക് നേരെ നോക്കുക, സ്ട്രൈറ്റ് ആയിട്ട് നോക്കുക, ഹോൾഡ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്ര സമയത്തോളം ഹോൾഡ് ചെയ്യുക. വളരെ നല്ല ഒരു ഐസോമെട്രിക് മൂവ്മെന്റ്സ് ആണിത്. നിങ്ങളുടെ കോർ മസിൽ നല്ല രീതിയിൽ എൻഗേജ് ആവും. അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ മസിൽ, ബാക്ക് മസിൽ, ചെസ്റ്റ് മസിലെല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. നമ്മുടെ സ്ട്രെങ്ത് നല്ല രീതിയിൽ വർദ്ധിക്കും. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്നിടത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. വെരി നൈസ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള ഐസോമെട്രിക് വ്യായാമങ്ങൾ കൂടി പരിശീലിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ തുടക്ക സമയത്തിലൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് പരിശീലിച്ച് നോക്കുക. നിങ്ങൾക്ക് പതിയെ പതിയെ പോകുന്നതോറും നിങ്ങൾക്ക് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ നല്ല രീതിയിൽ വർദ്ധിച്ചു വരികയും ചെയ്യും. രണ്ടാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനൊക്കെ കിടക്കാം. ഓക്കെ, നിങ്ങളൊരു മാറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഇട്ടിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് ചെയ്യുക. ഇതേക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിടന്നതിന് ശേഷം നിങ്ങളുടെ 2 കൈകളും ഇതേപോലെ മുകളിലോട്ട് ഉയർത്തി പിടിക്കുക, ഇങ്ങനെ. ഓക്കെ, അതിനുശേഷം 2 കാലുകളും ഒരേപോലെ മുകളിലോട്ട് ഉയർത്തി പിടിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ എന്ന് പറയുന്നത്. സൂപ്പർ ഒരു ഐസോമെട്രിക് മൂവ്മെന്റ് ആണ്. ബ്രീത്ത് നിങ്ങൾ നോർമലായിട്ട് തന്നെ ചെയ്യുക. നിങ്ങളുടെ കോർ മസിൽ അടിപൊളിയായിട്ട് എൻഗേജ് ആവും. ഓക്കെ, ഇതേപോലെ ഈ ഒരു പൊസിഷൻ എത്ര സമയം ചെയ്യാൻ പറ്റുമോ അത്ര സമയത്തോളം ഹോൾഡ് ചെയ്യുക. നൈസ്. സൂപ്പറാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ പരിശീലിച്ച് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കോർ മസിലിനെ നല്ല രീതിയിൽ എൻഗേജ് ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഐസോമെട്രിക് എക്സസൈസ് ആണിത്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് സ്റ്റാൻസ്. ഹോട്ട് സ്റ്റാൻസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ ലോവർ ബോഡിയെ, നിങ്ങളുടെ ഈ ഒരു കാലുകളുടെ മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഐസോമെട്രിക് മൂവ്മെന്റ് ആണ് ഹോട്ട് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഹോട്ട് സ്റ്റാൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. ഓക്കെ, ഇത് കണക്ക് വരിക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ സാവധാനം ഇതേ കണക്ക് ഈ ഒരു പൊസിഷനിലോട്ട് ഇതേ കണക്ക് വരിക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. നിങ്ങൾക്ക് കൈകൾ ഇതേ കണക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാം. മുകളിലോട്ട് ഇങ്ങനെ നിൽക്കാം. ഏത് രീതിയിലുള്ള നിൽക്കാം. സൂപ്പർ ഒരു ഐസോമെട്രിക് മൂവ്മെന്റ് ആണിത്. നിങ്ങളുടെ ഒരു സ്പൈൻ, നട്ടലിൻ്റെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കോർ മസിൽ, അതേ കണക്ക് തന്നെ നിങ്ങളുടെ കാലുകളുടെ ഫുൾ മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന, സ്ട്രെങ്ത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നല്ല മൂവ്മെന്റ് ആണിത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി പോസ്ചർ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കണം. ഇങ്ങനെ വളഞ്ഞു നിൽക്കരുത്. സ്ട്രൈറ്റ് ഹാൻഡ് ഹോൾഡ്. വെരി ഗുഡ്. മാക്സിമം എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്ര സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഫുള്ള് ബോഡിയുടെ ഒരു മാറ്റം, ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഈ 4 ഐസോമെട്രിക് വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് മാത്രമല്ല, ഐസോമെട്രിക് എക്സസൈസുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ 4 മാത്രമാണ് ഇന്ന് കാണിച്ചു തരുന്നത്. വെരി ഗുഡ്.
ഹോൾഡ് ഹോൾഡ് ഹോൾഡ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐസോമെട്രിക് വ്യായാമം എന്ന് പറയുന്നത് ഹോട്ട് സ്റ്റാൻഡ്സ്. അപ്പം നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫ് സ്ട്രെച്ച് എന്ന് പറയുന്ന ലോവർ ബോഡി എക്സസൈസ് ആണ്. അപ്പം ഇത് നിങ്ങളുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാനാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ബോഡി ബാലൻസ് ഒക്കെ മെച്ചപ്പെടുത്തുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഇതാ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നമ്മൾ കാഫ് റൈസ് ചെയ്യത്തില്ലേ, അതേപോലെ മുകളിലോട്ട് ഉയരുക, സ്ട്രെച്ച്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. വെരി നൈസ്. ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ബോഡി ബാലൻസ് ഒക്കെ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല സ്ട്രെച്ചിങ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കാലുകളുടെ മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യും ഈ ഒരു സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഹോൾഡ് ഹോൾഡ്, ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. വെരി ഗുഡ്. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കുറച്ചൊന്ന് പരിശീലിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സമയമൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്നതായിരിക്കും. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഗുഡ്. ഓ സൂപ്പർ. ഓ ഇതേപോലെ. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള വെറൈറ്റികളായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ വളരെ പ്രയോജനം തരുന്ന രീതിയിലുള്ള കുറച്ച് മൂവ്മെൻറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള ബോഡി മൂവ്മെൻറ്റുകളൂടെ നമ്മൾ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ വെറുതെ കുറച്ച് വെയിറ്റുകൾ എടുത്തിട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഐസോമെട്രിക് വ്യായാമങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയുടെ ഫുള്ളായിട്ടുള്ള ഒരു സ്ട്രെങ്തൻ ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.